ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസ് ആയിട്ടാണ് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോയിട്ടു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാതായിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കിടക്കുന്നത് കമ്പനി ബ്രേക്ക് ഷൂ എന്നല്ല, ഇത് കുറഞ്ഞ ബ്രാൻഡ് ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഉപയോഗമായിട്ടുണ്ടാവും. അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിയിട്ട് വരും. അതുപോലെ തന്നെ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ ഗ്രീസൊക്കെ കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കുഴപ്പമില്ല, പുതിയ ഫിൽറ്ററാണ്. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുപോലെ പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ ഒരു ഓവർഫ്ലോൻ്റെ ഒരു കംപ്ലയിൻറ്റ്, പെട്രോൾ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഈ ഫ്ലോട്ട് വാൾവ് ഒന്ന് മാറ്റിയിടാറ്. ചെറിയൊരു സ്ക്രാച്ചൊക്കെ വന്നു ഈ ഫ്ലോട്ട് വാൾവിൽ. അത് പറയും ഈ കാർബറേറ്ററിൻ്റെ വർക്ക് ചെയ്ത ഭാഗമാണ് ഇത്. ഇവിടുത്തെ ഈ കാർബറേറ്ററിൻ്റെ ഈ തേയ്മാനം കാരണം കൊണ്ടാണ് ആ ഓവർഫ്ലോ കാണിക്കാനുള്ള കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റ് വീണ്ടും നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻ്റൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റിക്കളയൊക്കെ മാറുള്ളൂ. ഒരു തവണയും കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ ഒന്ന് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ കാർബറേറ്ററിൽ തന്നെ ഈ സ്ലോ ജെറ്റും ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് കയ്യോടെ മാറ്റിയിടാം. അപ്പോൾ നമുക്ക് കാർബറേറ്ററിൽ മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ ഈ സ്ലോ ജെറ്റും ഈ ഫ്ലോട്ട് വാൾവും ഒന്ന് മാറ്റിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. പിന്നെ സൈഡ് സ്റ്റാൻഡിന് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ബെൻഡായിട്ടില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ മറിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കയ്യോടെ നമുക്ക് വേണമെങ്കിൽ സൈഡ് സ്റ്റാൻഡ് കൂടി ഒന്ന് മാറ്റിയിടാം. ഇത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാം. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലെവലൊക്കെ ഉണ്ട്. ലെവൽ കറക്റ്റാണ്. ലെവൽ കുറഞ്ഞിട്ടൊന്നും ലെവലൊക്കെ ഉണ്ട്. നമുക്ക് ഈ കളറ് നോക്കിയിട്ട് നമുക്ക് മാറ്റാറായിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നിലവിൽ വേറെ സെൽഫിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നാലും നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.05 മാക്സിമം വോൾട്ട് ഇട്ടുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പോലും സെൽഫൊക്കെ വർക്കിംഗ് ആണ്. സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുമ്പോൾ ബാറ്ററിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ചെറിയൊരു വോൾട്ടേജ് കുറവുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സർവീസിൻ്റേതായ ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നതിനോട് എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ, സൈഡ് സ്റ്റാൻഡ്, ഫ്രണ്ടിലൊരു ഇൻഡിക്കേറ്റർ, കാർബറേറ്റർ ക്ലീനർ, അതുപോലെ തന്നെ സ്ലോ ജെറ്റ്, ഫ്ലോട്ട് വാൾവ്, ഇതെല്ലാം കൂടിയുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് എങ്ങനെയാണ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.